ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഇനി നമുക്ക് ഈ കൂട്ടുകെട്ടുകളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണമല്ലോ. ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയവയെ വോട്ട് ബാങ്കാക്കി കൂടെ ചേർത്ത് നിർത്തി പലയിടത്തും പരസ്യമായി വോട്ട് പിടിച്ചു CPM-ഉം കോൺഗ്രസും ഇടതും വലതും. നോക്കൂ, എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF-ഉം UDF-ഉം ജനങ്ങൾക്ക്, വോട്ടർമാർക്ക്, കേരളത്തിന് നൽകിയത്? താങ്കൾ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾക്കൊപ്പം കേരളത്തിൽ വർദ്ധിച്ച തരത്തിൽ ഇത്തരം ആശയങ്ങൾക്ക് കൂടി പ്രാമുഖ്യം നൽകുന്ന ഒരു ജനതയാണ് കേരളത്തിൽ ഉള്ളത് എന്നുകൊണ്ടാണ് ഇതിനെ മറച്ചു പിടിക്കാനും ഇതിനെ തന്ത്രപരമായി മറികടക്കാനുമുള്ള തന്ത്രങ്ങളായിരുന്നു താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ സമർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വർത്തമാനകാല ഇന്ത്യൻ സമൂഹത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് കേരളത്തിന് മാത്രമായി മാറി നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്രചരണത്തോടൊപ്പം തന്നെ ഒരുപാട് അവർ അനുഭവിച്ച ജീവിത അനുഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു സാർ കൂടി സമ്മതിക്കുന്നുണ്ടാകും. അപ്പൊ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു. അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയ റേഷൻ ഷാപ്പുകൾ പണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ തങ്ങൾ തരുന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് അവർക്കൊപ്പം നിൽക്കുന്ന സാധാരണ വീട്ടമ്മയ്ക്ക് പോലും അറിയാം റേഷൻ സമ്പ്രദായത്തിൽ, അതിന്റെ സബ്സിഡികളിൽ, അത് വിതരണത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു പങ്കുമില്ല എന്നുള്ളത്. വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിന്റെ നേട്ടമായിരുന്നു മറ്റൊന്ന് ഇവരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരുന്നത്, KSTയെയും അധ്യാപക സമൂഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ PMCയിൽ ഒപ്പിടാൻ പോയതും PMCയിൽ ഒപ്പിടാതെ ഇനി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് ആഗോള നിലവാരത്തിലേക്കും ദേശീയ നിലവാരത്തിലേക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ തുറന്ന് സമ്മതിക്കലും അതിന് ബ്രിട്ടാസിനെ പോലെയുള്ള MP-മാരുടെ മധ്യസ്ഥതയും ഒക്കെ വളരെ ഗൗരവമായ ചർച്ചാ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് വിസ്മരിക്കാതെ വയ്യ. മറ്റൊന്നുകൂടി ഞാൻ പറയും, സുരേഷ് ബാബു സാർ സമ്മതിച്ച ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും ഭരണകൂടത്തിന്റെ സമർത്ഥമായ രാഷ്ട്രീയ നേട്ടങ്ങളൊക്കെ തന്നെയായിരുന്നു. വർത്തമാനകാല കേരളവും ഇന്ത്യൻ രാഷ്ട്രീയവും അതിനോടൊപ്പം തന്നെയായിരുന്നു. പക്ഷെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്നും ഇടതുപക്ഷത്തിന് വോട്ട് ചോദിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ കിട്ടിയില്ലേ എന്ന് ചോദിച്ച അദ്ദേഹത്തിന് വേണ്ടി ഒരു പാവം വീട്ടമ്മയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ വളരെ അത് മാത്രമല്ല, കരിവന്നൂർ ഭാഗത്ത് വോട്ട് ചെയ്യാനെത്തിയ LDF സ്ഥാനാർത്ഥിയോട് ഒരു വോട്ടർ ചോദിക്കുന്നുണ്ട്, എൻ്റെ വോട്ട് തരാം, എൻ്റെ കുടുംബത്തിൻ്റെ വോട്ട് തരാം, എൻ്റെ സുഹൃത്തുക്കളുടെ വോട്ട് വാങ്ങാൻ ഞാൻ കൂടെ വരാം, എൻ്റെ ബന്ധുക്കളോടൊക്കെയും പറയാം നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന്, എൻ്റെ നിക്ഷേപം തരാമോ, തരുമെന്ന് ഉറപ്പ് തരാമോ എന്ന്. ഒടുവിൽ അവർ അവിടെ നിന്നിറങ്ങി ഓടുകയാണ്. അതെ, അത് തന്നെയാണ് കൃഷ്ണരാജ ഞാനും പറയുന്നത്. പണ്ടുണ്ടായിരുന്ന നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് അതിശക്തമായ മേൽക്കോയ്മ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ നിഷേധിക്കുന്നില്ല. കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ അജണ്ട നിശ്ചയിക്കുന്നതും രാഷ്ട്രീയ അജണ്ടകൾ തീരുമാനിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അതിശക്തമായ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ ഏകപക്ഷീയമായ മേൽക്കോയ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നഷ്ടപ്പെട്ടു പോയത് അവിടെയാണ്. ആ ഗ്യാപ്പിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി 6 മാസക്കാലത്തിനപ്പുറത്തേക്കുള്ള തയ്യാറെടുപ്പും ഏക സ്വരത്തിലുള്ള പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും കഠിനാധ്വാനവും ഇത്തരം ആഖ്യാനങ്ങളെ പൊളിച്ചെഴുതാനുള്ള പ്രവർത്തനങ്ങളും കേരളത്തിൽ വളരെ വിജയകരമായി നടത്തി. അതിന്റെ ഫലമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ച മാതിരി പ്രത്യേകിച്ച് കരിവന്നൂരിലെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ കൊള്ള, അത് മറച്ചു പിടിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും കേരള സർക്കാർ കാണിക്കുന്ന താല്പര്യം, തങ്ങളുടെ സമ്പാദ്യവും തങ്ങളുടെ വരുമാന മാർഗവും നഷ്ടപ്പെട്ട വീട്ടമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും അവർക്ക് രാഷ്ട്രീയമായിരുന്നില്ല, അവരുടെ ജീവിതവും ജീവിത അനുഭവമായിരുന്നു. സുരേഷ് ബാബു സാർ പറഞ്ഞിടത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവരുടെ ജീവിതവും അവരുടെ ജീവിത അനുഭവമായിരുന്നു അവർക്ക് ഏറ്റവും വലുത്. പടച്ചുവിടുന്ന അജണ്ടകളായിരുന്നില്ല. ആ അജണ്ടയിലാണ് വർഗീയം എന്നുള്ള ആക്ഷേപത്തിനപ്പുറത്തേക്ക് ഈ വെൽഫെയർ പാർട്ടിയുടെയും SDPIയുടെയും നേതാക്കന്മാർ പരസ്യ വേദികൾ വന്ന് പറയാൻ തയ്യാറായി. ഞങ്ങളുമായി മുൻകാലങ്ങളിലും ഇപ്പോഴും ഇവരൊക്കെ സഖ്യത്തിലാണ്. ഇന്നും പുറത്തു വന്ന വാർത്ത അതാണ്. മാത്രമല്ല ഐക്യങ്ങളുടെ ഭാഗത്തുള്ള ലീഗിന്റെയും സമസ്തയുടെയും ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള തീവ്രശക്തികളുമായുള്ള ബന്ധപ്പെടലുകൾ എന്തുമാത്രം ആ സമൂഹത്തിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും ഞാൻ നേരത്തെ പറഞ്ഞ E.T. മുഹമ്മദ് ബഷീറിന്റെ ആഖ്യാനവും അദ്ദേഹത്തിന്റെ ഇന്നത്തെ രോഷപ്രകടനം പോലും എന്തുമാത്രം അസ്വസ്ഥതകൾ കേരളത്തിലെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വെൽഫെയർ പാർട്ടിയുമായി UDF ബന്ധപ്പെടുമ്പോൾ SDPI പറയുന്നു ഞങ്ങളുമായിട്ട് പല ബന്ധങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം സുരേഷ് ബാബു സാറിന് അറിയാം,
കോഴിക്കോട് പോലെ 45 വർഷക്കാലമായിട്ട് ഇടതുമുന്നണി കൈവശം വെച്ചിരുന്ന കോഴിക്കോട് നഗരസഭയ്ക്കകത്ത്, കോഴിക്കോട് കോർപ്പറേഷനകത്ത് അവരുടെ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാതരം തട്ടിപ്പിനും കൊള്ളയ്ക്കും അവരോടൊപ്പം നിൽക്കേണ്ട ജനപ്രതിനിധികളായ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്നിരിക്കുന്നു. വീട്ടുവാടക, കെട്ടിട വാടക തട്ടിപ്പായാലും, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കലായാലും, അഴിമതിയായാലും, മറ്റെല്ലാ കാര്യത്തിലും ഇവർ കേരളത്തിലെ ജനങ്ങളെ സമർത്ഥമായി 5 കൊല്ലം കൂടുമ്പോൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഞങ്ങൾക്ക് അർഹതപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കന്യം നിന്ന് പോയപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന ഇത്തരം ചെപ്പടി വിദ്യകൾ, അതിലൂടെ ഞങ്ങൾ ഇനി മനം മയങ്ങാൻ തയ്യാറല്ല. ഞങ്ങളും ഞങ്ങളോടൊപ്പമുള്ള യുവതലമുറയും സ്ത്രീകളും അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾ. ഒരു കാര്യം കൂടെ സുരേഷ് ബാബു സാറും എന്റെ സേനാപതി പോലും സമ്മതിക്കുമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം സാക്ഷ്യം വഹിച്ചത് എന്താണ്? 2 മുന്നണികൾക്കും വ്യാപകമായ വോട്ട് ചോർച്ച ഉണ്ടായപ്പോൾ ഇടതിൽ നിന്നും വലതിലേക്കും വലതും ചെറുതിലേക്കും തെന്നി മാറുന്നതിന് പകരം ഇടതിന് പകരം വലതല്ല, വലതിന് പകരം ഇടതല്ല, മറിച്ച് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ സംരക്ഷിക്കാൻ രാജ്യം മുഴുവൻ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കാൻ ഐക്യപ്പെട്ടവരാണ് ഇവർ 2 കൂട്ടരും എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും വർദ്ധിച്ച പങ്കാളിത്തം, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും യുവാക്കളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെയും കർഷകരുടെയും പ്രതിഷേധത്തിന്റെ സ്വരമാണ്. നെൽവിത്തുകൾ നെല്ല് ശേഖരിക്കുന്നതും പ്രതിഫലം കിട്ടാത്ത പാലക്കാട്ടെയും കുട്ടനാട്ടെയും നെൽകർഷകർ, റബ്ബറിന്റെ താങ്ങുവില പോലും കിട്ടാൻ നിഷേധിക്കപ്പെട്ടവർ, സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ഉല്ലംഘിക്കപ്പെട്ടപ്പോൾ അവരുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രഖ്യാപിക്കുന്ന പാഴ്വാക്കുകളോ ചില പ്രഖ്യാപനങ്ങളോ അല്ല, മറിച്ച് ദൈനംദിനമായി അവരനുഭവിക്കുന്ന, അവരുടെ കുട്ടികളും അവരുടെ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനാജനകമായ ചിത്രത്തിന് ഒരു ചെറിയ ക്ഷേമ പെൻഷന്റെ പ്രഖ്യാപനമോ ഒരു ചെറിയ